നമസ്കാരം. കേറ്ററ്റിൻ്റെ കാറ്റഗറി 3-ലെ രസതന്ത്ര ചോദ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ? തന്നിരിക്കുന്നവയിലെ താപമോചക പ്രവർത്തനം ഏതാണ്? ഓപ്ഷനായി നൽകിയിട്ടുള്ളത് ഡിസോൾവിങ് അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ, കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ, സി ഫോട്ടോസിന്തസിസ്, ഡി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇതിൽ ഉത്തരമായി വരുന്നത് കമ്പസ്റ്റൻ ഓഫ് മീഥെയിൻ, ജ്വലനമാണ്. മീഥെയിൻ്റെ ജ്വലന പ്രവർത്തനങ്ങളെല്ലാം സാധാരണ താപമോചക പ്രവർത്തനങ്ങളാണ്. അടുത്ത ചോദ്യം, ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ദ ഗ്യാസ് ഇവോൾവ്ഡ് അറ്റ് ദ കാഥോഡീസ്. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണ സമയത്ത് കാഥോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഓപ്ഷനായി നൽകിയിട്ടുള്ളത് ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്നിവയാണ്. ഇതിൽ ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം. ജലത്തിലുള്ളത് നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനുമാണ്. വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിലെ പരിസരങ്ങളിൽ നിന്ന് ചൂടിനെ, താപത്തെ സ്വീകരിക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, ഓപ്ഷൻ ബി ഫ്രീസിംഗ് ഓഫ് വാട്ടർ, ഓപ്ഷൻ സി ഡിസോൾവിംഗ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ, ഓപ്ഷൻ ഡി കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ. ഉത്തരം ഡിസോൾവിംഗ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ വാട്ടറാണ്. അയോണിക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം സാധാരണ താപത്തെ സ്വീകരിച്ചാണ് ചെയ്യുക. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമതായി നൽകിയിരിക്കുന്നത് ദ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ് സെർവ്സ് ആസ് കാഥോഡ്. രണ്ടാമത്തേത് ദ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ് സെർവ്സ് ആസ് ആനോഡ്. മൂന്നാമത്തേത് കാഥോഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. നാലാമത്തേത് ആനോഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അറിയേണ്ടത് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം നടത്തുമ്പോൾ ഏത് വസ്തുവിലാണോ ആ പ്രവർത്തനം ചെയ്യുന്നത് അത് കാഥോഡായും അതിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷനായി നൽകിയിരിക്കുന്നത് 1ഉം 3ഉം ശരിയാണ്, 2ഉം 4ഉം ശരിയാണ്, 1ഉം 4ഉം ശരിയാണ്, 1 മാത്രം ശരിയാണ്. ഇതിൽ ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉം ശരി ആണെന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത്, വിച്ച് എനർജി ചേഞ്ച് ഒക്കേഴ്സ് വെൻ കാൽഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ? കാൽഷ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഏത് ഊർജ്ജരൂപമാണ് ഉണ്ടാകുന്നത്, ഏത് ഊർജ്ജമാറ്റമാണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തേത് എൻഡോതെർമിക്, ബി എക്സോതെർമിക്, സി നോ ചേഞ്ച് ഇൻ എനർജി, ഡി കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഈ പ്രവർത്തനം എക്സോതെർമിക് അഥവാ താപമോചകമാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്? തന്നിരിക്കുന്നവയിലെ ഭൗതിക മാറ്റം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ബോയിലിംഗ് ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി റസ്റ്റിംഗ് ഓഫ് അയൺ, ഓപ്ഷൻ സി കമ്പസ്റ്റൻ ഓഫ് വുഡ്, ഓപ്ഷൻ ഡി ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമായി മാത്രം ഉണ്ടാകുന്ന മാറ്റമാണ്. അവയിലെ കണികകളുടെ ക്രമീകരണത്തിൽ മാത്രം വരുന്ന മാറ്റമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ബോയിലിംഗ് ഓഫ് വാട്ടർ. റസ്റ്റിംഗ് ഓഫ് അയൺ അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനം, തടി കത്തുന്നത്, സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം, ഇതെല്ലാം രാസപ്രവർത്തനങ്ങളാണ്. അടുത്ത ചോദ്യം, ഇൻ ആൻ എൻഡോതെർമിക് റിയാക്ഷൻ ദ എൻതാൽപ്പി ഓഫ് ദ പ്രോഡക്ട്സ് ഈസ്? ഓപ്ഷൻ എ ഈക്വൽ ടു റിയാക്റ്റൻസ്, ഓപ്ഷൻ ബി ലെസ് ദാൻ റിയാക്റ്റൻസ്, സി ഗ്രേറ്റർ ദാൻ റിയാക്റ്റൻസ്, ഡി 0. എൻഡോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഊർജ്ജം സ്വീകരിച്ച് നടക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ അഭികാരകങ്ങളെക്കാൾ, റിയാക്റ്റൻസിനേക്കാൾ ഊർജ്ജം കൂടുതലായിരിക്കും ഉൽപ്പന്നങ്ങളുടെ ഊർജ്ജം. അതുകൊണ്ട് ദ എൻതാൽപ്പി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയാക്റ്റൻസ് എന്നുള്ള സി ഉത്തരമാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് നേർപ്പിച്ച ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ നൽകിയിരിക്കുന്നത് കോപ്പർ, ഗോൾഡ്, സിൽവർ, സിങ്ക് എന്നിവയാണ്. കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ഹൈഡ്രജനേക്കാൾ പ്രവർത്തനശേഷി കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി സിങ്ക് എന്ന ലോഹമാണ് ഈ നൽകിയിരിക്കുന്നതിൽ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എ കെമിക്കൽ ചേഞ്ച്? ഒരു രാസമാറ്റം നടന്നു എന്ന് പറയുന്നതിൻ്റെ സൂചന ഇതിലേതാണ്? ഓപ്ഷൻ എ ചേഞ്ച് ഇൻ കളർ, ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് ഗ്യാസ്, സി ചേഞ്ച് ഇൻ ഷേപ്പ്, ഡി ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്.
രാസമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി പലപ്പോഴും പറയുന്നത് നിറം മാറ്റം, പുതിയ വസ്തുക്കൾ, വാതകങ്ങൾ ഉണ്ടാകൽ, പുതിയ പ്രസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തമുണ്ടാകൽ, ഊർജ്ജമാറ്റം, ഇതൊക്കെയാണ്. ഇവിടെ ചേഞ്ച് ഇൻ ഷേപ്പ്, ആകൃതിക്ക് സംഭവിക്കുന്ന മാറ്റം ഒരിക്കലും ഒരു രാസമാറ്റമായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl പ്രൊഡ്യൂസസ്, അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം മൂലം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? Na അറ്റ് ആനോഡ് ആൻഡ് Cl2 അറ്റ് കാഥോഡ്, ബി Cl2 അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്, സി NaCl അറ്റ് കാഥോഡ്, ഡി Na അറ്റ് കാഥോഡ് ആൻഡ് Cl2 അറ്റ് ആനോഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ കാഥോഡിൽ നമുക്ക് സോഡിയം കിട്ടും, ആനോഡിൽ ക്ലോറിൻ കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, എക്സോതെർമിക് റിയാക്ഷനുകളിൽ ഊർജം പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം? ഓപ്ഷൻ എ, ബോൺസ് ഇൻ റിയാക്ടൻസ് ആർ വീക്കർ ദാൻ പ്രോഡക്ട്സ്. ഓപ്ഷൻ ബി, ബോൺസ് ഇൻ പ്രോഡക്ട്സ് ആർ വീക്കർ ദാൻ റിയാക്ടൻസ്. ഓപ്ഷൻ സി, എനർജി ഈസ് അബ്സോർബ്ഡ് ടു ഫോം ബോൺസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. താപമോചക പ്രവർത്തനങ്ങളിൽ ഊർജം പുറത്തേക്ക് വരുന്നത് ബോൺസ് ഇൻ ദ റിയാക്ടൻസ് ആർ വീക്കർ ദാൻ ദ പ്രോഡക്ട്സ് ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻവോൾവ് എ കെമിക്കൽ ചേഞ്ച്? ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ബേണിംഗ് ഓഫ് പേപ്പർ, ഓപ്ഷൻ ബി മെൽറ്റിംഗ് ഓഫ് വാക്സ്, സി റസ്റ്റിംഗ് ഓഫ് അയൺ, ഡി ബേക്കിംഗ് ഓഫ് കേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഉത്തരമായി വരുന്നത് മെൽറ്റിംഗ് ഓഫ് വാക്സ് ആണ്. മെഴുക് ഉരുകുന്നത് രാസമാറ്റമല്ല, ഭൗതിക മാറ്റമാണ്. എന്നാൽ മെഴുകിൻ്റെ തിരി, ഇത് കത്തുന്നത് തീർച്ചയായും രാസമാറ്റവുമാണ്. അടുത്ത ചോദ്യം, ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രിവെൻറ്റ്സ് കൊറോഷൻ ബിക്കോസ്? ഓപ്ഷൻ എ, ദ ഒബ്ജക്റ്റ് ബിക്കംസ് അസിഡിക്, ദ ഒബ്ജക്റ്റ് ബിക്കംസ് ആനോഡിക്, സി ഇറ്റ് ഇൻക്രീസസ് റിയാക്ടിവിറ്റി, ഡി ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് വൈദ്യുതി ഉപയോഗിച്ചാണ് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ദ ഒബ്ജക്റ്റ് ബിക്കംസ് കാഥോഡിക്. ഓർക്കണം, കാഥോഡിക് പ്രൊട്ടക്ഷൻ, കാഥോഡിക സംരക്ഷണം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. കാഥോഡാക്കി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഈസ് എൻഡോതെർമിക്? തന്നിരിക്കുന്നവയിലെ താപ ആഗിരണ പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ, ന്യൂട്രലൈസേഷൻ ഓഫ് HCl വിത്ത് NaOH. ഓപ്ഷൻ ബി, റെസ്പിറേഷൻ. ഓപ്ഷൻ സി, കമ്പസ്റ്റൻ ഓഫ് ആൽക്കഹോൾസ്. ഓപ്ഷൻ ഡി, ഫോട്ടോസിന്തസിസ്. ശരി ഉത്തരം ഫോട്ടോസിന്തസിസ് ആണ്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും താപമോചകമാണ്. അതായത് ന്യൂട്രലൈസേഷൻ ഓഫ് HCl വിത്ത് NaOH, അതുപോലെ ശ്വസനം, കത്തുന്ന പ്രവർത്തനം, ജ്വലനം, ഇവയൊക്കെ താപമോചക പ്രവർത്തനങ്ങളാണ്. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് എനർജി ചേഞ്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ? ജലം തണുത്തുറയുന്ന പ്രവർത്തനത്തിൽ ഏത് ഊർജ്ജമാറ്റമാണ് നടക്കുന്നത്? ഓപ്ഷനായി നൽകിയിട്ടുള്ളത് അബ്സോർപ്ഷൻ ഓഫ് എനർജി, ബി റിലീസ് ഓഫ് എനർജി, ഓപ്ഷൻ സി ഊർജ്ജമാറ്റമില്ല, നോ എനർജി ചേഞ്ച്, ഓപ്ഷൻ ഡി എനർജി ഈസ് ബോത്ത് അബ്സോർബ്ഡ് ആൻഡ് റിലീസ്ഡ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജലം തണുത്ത് ഉറയുന്ന പ്രവർത്തനത്തിൽ ഊർജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വെൻ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ദ സൊല്യൂഷൻ ബിക്കംസ് കോൾഡ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ആ ലായനി തണുക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? വളരെ ലളിതമായ ചോദ്യമാണ്. ഇത് എൻഡോതെർമിക് റിയാക്ഷനാണ്, എൻഡോതെർമിക് ഡിസൊല്യൂഷനാണ്, താപ ആഗിരണ പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ്? ആസിഡുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏതാണ്? ഓപ്ഷനായി നൽകിയിരിക്കുന്നത് മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അലൂമിനിയം എന്നിവയാണ്. ഇതിൻ്റെ ഉത്തരം കോപ്പറാണ്. ഹൈഡ്രജനേക്കാൾ ക്രിയാശേഷി കുറഞ്ഞ ലോഹങ്ങളാണ് കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് മുതലായവ. അവ ആസിഡുമായി ഇത്തരം ലോഹങ്ങൾ അതുകൊണ്ട് പ്രവർത്തിക്കില്ല, ആസിഡിൽ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു ചോദ്യം, ജലത്തിൻ്റെ ഇലക്ട്രോളിസിസ് സമയത്ത് ഹൈഡ്രജൻ എവിടെയാണ് സ്വതന്ത്രമാകുന്നത്? അത് കാഥോഡിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? തന്നിരിക്കുന്നവയിലെ ആദേശ രാസപ്രവർത്തനം ഏതാണ്? ഓപ്ഷനായി നൽകിയിട്ടുള്ളത് എ Zn plus CuSO4 gives ZnSO4 plus Cu. Option B 2H2 plus O2 gives 2H2O. Option C C plus O2 gives CO2.
ഓപ്ഷൻ ഡി HCl plus NaOH gives NaCl plus H2O. ക്രിയാശേഷി കൂടിയൊരു ലോഹം അതിനേക്കാൾ ക്രിയാശേഷി കുറവുള്ള ഒരു ലോഹത്തെ അതിൻ്റെ ലായനിയിൽ നിന്ന് നീക്കുന്നതാണ് ആദേശരാസപ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എക്സോതെർമിക് റിയാക്ഷൻസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ. താപമോചക പ്രവർത്തനത്തെ എങ്ങനെ തിരിച്ചറിയാം? ഓപ്ഷൻ എ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്, ഓപ്ഷൻ ബി ഇവല്യൂഷൻ ഓഫ് ഹീറ്റ്, ഓപ്ഷൻ സി ഫോമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, ഓപ്ഷൻ ഡി നോ വിസിബിൾ ചേഞ്ച്. വളരെ ലളിതമായ ചോദ്യമാണ്. എക്സോതെർമിക് റിയാക്ഷനെ ഇവല്യൂഷൻ ഓഫ് ഹീറ്റ് കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഈസ് ഇറിവേഴ്സിബിൾ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏകദിശ പ്രവർത്തനം ഏതാണ്? ഒരേ ദിശയിലേക്ക് മാത്രം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ബോയിലിംഗ് ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ്, ഓപ്ഷൻ സി മെൽറ്റിംഗ് ഓഫ് ഐസ്, ഓപ്ഷൻ ഡി ഡിസോൾവിംഗ് ഷുഗർ ഇൻ വാട്ടർ. ഇതിൻ്റെ ഉത്തരം ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് തിരികെ കൊണ്ടുവരാവുന്ന പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം, ദ പർപ്പസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് സിൽവർ ഓൺ എ സ്പൂൺ ഈസ്. ഒരു സ്പൂണിൽ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? ഓപ്ഷൻ എ ടു മേക്ക് ഇറ്റ് ഹെവിയർ, ഓപ്ഷൻ ബി ടു മേക്ക് ഇറ്റ് മാഗ്നറ്റിക്, ഓപ്ഷൻ സി ടു ചേഞ്ച് ടേസ്റ്റ്, ഓപ്ഷൻ ഡി ടു പ്രിവെൻറ്റ് കൊറോഷൻ. ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുതലേപനം നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കൊറോഷൻ തടയുക എന്നതാണ്, ലോഹത്തെ നാശനത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഡ്യൂറിങ് കമ്പസ്റ്റൻ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലീസ്ഡ്? ജ്വലന പ്രവർത്തനം നടക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഹീറ്റ് മാത്രം, ഓപ്ഷൻ ബി ലൈറ്റ് മാത്രം, ഓപ്ഷൻ സി ഹീറ്റും ലൈറ്റും, ഓപ്ഷൻ ഡി ഹീറ്റുമില്ല ലൈറ്റുമില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ്. ജ്വലന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാകുന്നുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് റിയാക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് കെമിക്കൽ? താഴെ കൊടുത്തിരിക്കുന്നവയിലെ രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, ഓപ്ഷൻ സി റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ, ഓപ്ഷൻ ഡി മെൽറ്റിംഗ് ഓഫ് ഐസ്. കെമിക്കൽ റിയാക്ഷനായി കൊടുത്തിട്ടുള്ളത് റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. മറ്റൊരു ചോദ്യം, ഇൻ ഇലക്ട്രോളിസിസ് ദ ആനോഡ് ഈസ്. വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനം നടക്കുമ്പോൾ ആനോഡ് ഏതാണ്? ഓപ്ഷൻ എ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി നെഗറ്റീവ് ഇലക്ട്രോഡ്, സി ന്യൂട്രൽ ഇലക്ട്രോഡ്, ഡി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആനോഡ് വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിൽ ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിരിക്കും. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വൈദ്യുതി അങ്ങോട്ട് നൽകി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാം കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവുമായിരിക്കുമെന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് എക്സോതെർമിക് റിയാക്ഷൻ? എ എനർജി ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ്സ്, ബി എനർജി ഈസ് റിലീസ്ഡ് ടു ദ സറൗണ്ടിങ്സ്, സി നോ എനർജി ചേഞ്ച് ഒക്കേഴ്സ്, ഡി എനർജി ഈസ് ഓൺലി സ്റ്റോർഡ്. എക്സോതെർമിക് റിയാക്ഷൻ താപമോചക പ്രവർത്തനമാണ്. ഓപ്ഷൻ ബി എനർജി ഈസ് റിലീസ്ഡ് ടു ദ സറൗണ്ടിങ്സ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് ദി ഇലക്ട്രോലൈറ്റ് മസ്റ്റ് ബി. ഓപ്ഷൻ എ ന്യൂട്രൽ, ഓപ്ഷൻ ബി അയോണിക്, ഓപ്ഷൻ സി നോൺ അയോണിക്, ഓപ്ഷൻ ഡി ഗ്യാസ്. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുമ്പോൾ ഇലക്ട്രോലൈറ്റ് എപ്പോഴും അയോണിക് ആയിരിക്കണം. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഈസ്. ഓപ്ഷൻ എ റിഡോക്സ് റിയാക്ഷൻ, ഓപ്ഷൻ ബി പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, ഓപ്ഷൻ സി കോമ്പിനേഷൻ റിയാക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഫിസിക്കൽ റിയാക്ഷൻ. ആസിഡും ലോഹവുമായി നടക്കുന്ന പ്രവർത്തനം റിഡോക്സ് റിയാക്ഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന വിഭാഗത്തിൽ വരുന്ന റിഡോക്സ് റിയാക്ഷൻ തന്നെയാണിത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് എനർജി ചേഞ്ച്? താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഭൗതിക മാറ്റം ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇവാപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ, ഓപ്ഷൻ ബി ബേണിംഗ് ഓഫ് ചാർക്കോൾ, ഓപ്ഷൻ സി റസ്റ്റിംഗ് ഓഫ് അയൺ, ഓപ്ഷൻ ഡി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഉത്തരം ഓപ്ഷൻ എ ഇവാപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലാർജസ്റ്റ് മാസ്? ഏറ്റവും മാസ് കൂടിയത് തന്നിട്ടുള്ളതിൽ ആർക്കാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ എന്നിവയാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം
ന്യൂട്രോൺ ആണ്. മറ്റുള്ളവയ്ക്കെല്ലാം മാസ് വളരെ കുറവാണ്. അടുത്ത ചോദ്യം, റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് കൺക്ലൂഡഡ് ദാറ്റ് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ഓപ്ഷൻ ബി, ആറ്റം ഹാസ് എ ഡെൻസ് പോസിറ്റീവ് ന്യൂക്ലിയസ്. ഓപ്ഷൻ സി, ഇലക്ട്രോൺസ് ആർ സ്റ്റേഷനറി ഇൻ ദ ന്യൂക്ലിയസ്. ഓപ്ഷൻ ഡി, ആറ്റം ഈസ് എ സോളിഡ് സ്ഫിയർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃക അനുസരിച്ച് ആറ്റത്തിൻ്റെ മാസും പോസിറ്റീവ് ചാർജും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ ഒരു കേന്ദ്രത്തിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ബോർ മോഡൽ ഓഫ് ദി ആറ്റം കുഡ് എക്സ്പ്ലെയിൻ. ആറ്റത്തിൻ്റെ ബോർ മാതൃകയ്ക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞത് എ, കെമിക്കൽ ബോണ്ടിങ്. ഓപ്ഷൻ ബി, സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ. ഓപ്ഷൻ സി, ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ. ഓപ്ഷൻ ഡി, ന്യൂക്ലിയർ ഫിഷൻ. ഇതിൻ്റെ ശരി ഉത്തരം സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൽ നമുക്കറിയാം ലൈമൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, അങ്ങനെ നിരവധി ലൈനുകളുണ്ട്. ഈ ലൈനുകളെ വിശദീകരിക്കാൻ ബോർ മാതൃകയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഫൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി ഓർത്തു വെക്കണം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈക്വൽസ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഏതിന് തുല്യമാണ്? ഓപ്ഷൻ എ, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓപ്ഷൻ ബി, വാലൻസി. ഓപ്ഷൻ സി, അറ്റോമിക് മാസ്. ഓപ്ഷൻ ഡി, അറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഏകദേശം എത്രയാണ്? വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. 9.11 × 10⁻³ കിലോഗ്രാമാണ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ്. അതുകൊണ്ട് ഓപ്ഷനായി നൽകിയിരിക്കുന്നതിൽ ബി ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, ഇൻ ആൻ ആറ്റം വിച്ച് പാർട്ടിക്കിൾ ഡിറ്റർമിൻസ് കെമിക്കൽ ബിഹേവിയർ. ഒരു ആറ്റത്തിൻ്റെ രാസ സ്വഭാവം തീരുമാനിക്കുന്നത് ഏത് ഘടകമാണ്, ഏത് കണമാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ ഇവയാണ് ഓപ്ഷനായി നൽകിയിട്ടുള്ളത്. ഒരാറ്റത്തിൻ്റെ രാസഗുണം തീരുമാനിക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണുകളും ആ ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് പ്രോട്ടോണുമാണ്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി, ഇലക്ട്രോണാണ്. മറ്റൊരു ചോദ്യം, ദ ഫോർമുല ഫോർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ ഈസ് ഗിവൺ ബൈ. ഒരു ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള രാസസൂത്രം അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല ഏതാണ്? 2n² എന്നുള്ള ഫോർമുലയാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ന്യൂട്രോൺസ് ഈസ് ട്രൂ. ന്യൂട്രോണിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓപ്ഷൻ ബി, പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓപ്ഷൻ സി, നോ ചാർജ്, കോൺട്രിബ്യൂട്ട്സ് ടു അറ്റോമിക് മാസ്. ഓപ്ഷൻ ഡി, ഫൗണ്ട് ഇൻ ഇലക്ട്രോൺ ക്ലൗഡ്. ഓർക്കുക, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത കണങ്ങളായ ന്യൂട്രോണുകളുമാണുള്ളത്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ കണക്കാക്കാൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും, നോ ചാർജ് കോൺട്രിബ്യൂട്ട്സ് ടു അറ്റോമിക് മാസ്. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ റൂദർഫോർഡ്സ് മോഡൽ. റൂദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് വിശദീകരിക്കാൻ കഴിയാതിരുന്നത് ഏതാണ്? എ, എക്സിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ്. ബി, ആറ്റം ഈസ് മോസ്റ്റ്ലി എംപ്റ്റി സ്പേസ്. സി, സ്റ്റെബിലിറ്റി ഓഫ് ഓർബിറ്റിംഗ് ഇലക്ട്രോൺസ്. ഡി, പോസിറ്റീവ് ചാർജ് ഓഫ് ന്യൂക്ലിയസ്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ഏറ്റവും വലിയ പരിമിതി ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി, സ്റ്റെബിലിറ്റി ഓഫ് ഓർബിറ്റിംഗ് ഇലക്ട്രോൺസ് ആണ് റൂദർഫോർഡിന് വിശദീകരിക്കാൻ കഴിയാതിരുന്നത്. അടുത്ത ചോദ്യം, ആൻ ആറ്റം ഹാസ് അറ്റോമിക് നമ്പർ 15 ആൻഡ് മാസ് നമ്പർ 31. ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 15ഉം മാസ് നമ്പർ 31മാണ്. അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 31ൽ നിന്ന് 15 കുറച്ചാൽ 16 ആയിരിക്കും ഉത്തരമായി കിട്ടുക. ഓപ്ഷൻ ബി ആയി നൽകിയിരിക്കുന്നതാണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, ഇൻ ബോർസ് മോഡൽ ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ, n²/2π. ഓപ്ഷൻ ബി, nh/2π. ഓപ്ഷൻ സി, h/n. ഓപ്ഷൻ ഡി, nh. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, nh/2π ആണ്. അടുത്ത ചോദ്യം, വിച്ച് പാർട്ടിക്കിൾ ഹാസ് ഓൾമോസ്റ്റ് 0 മാസ് ബട്ട് സിഗ്നിഫിക്കൻ്റ് ചാർജ്. ഏത് പാർട്ടിക്കിളിനാണ് മാസ് 0 എന്നാൽ ചാർജ് ഉള്ളതുമായിട്ടുള്ളത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ആൽഫ പാർട്ടിക്കിൾ ഇവയാണ് ഓപ്ഷനുകളായി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം
ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ്. മാസ് ഏകദേശം 0 ആണെങ്കിലും നല്ല നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനുണ്ട്. അടുത്ത ചോദ്യം, ദ ടേം ഐസോടോപ്സ് റെഫേഴ്സ് ടു ആറ്റംസ് വിത്ത്. ഐസോടോപ്പുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറൻറ്റ് പ്രോട്ടോൺസ്. ഓപ്ഷൻ ബി സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറൻറ്റ് ന്യൂട്രോൺസ്. ഓപ്ഷൻ സി സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓപ്ഷൻ ഡി ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ഐസോട്ടോപ്പുകൾ എന്നത് ഒരാറ്റത്തിൻ്റെ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റം ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിഫറൻറ്റ് ന്യൂട്രോൺസ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് മോഡൽ പ്രപ്പോസ്ഡ് ദ പ്ലാനറ്ററി സ്ട്രക്ചർ ഓഫ് ദി ആറ്റം. ആറ്റം മാതൃകയിലെ പ്ലാനറ്ററി മോഡൽ ആരുടെ സംഭാവനയാണ്? എ ഡാൾട്ടൺ, ബി തോംസൺ, സി റൂദർഫോർഡ്, ഡി ബോർ. റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ അഥവാ സൗരയൂഥ മാതൃകയാണിത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ ഈസ്. ഓക്സിജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 1s2, 2s2, 2p4. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ 8 എന്ന സംഖ്യ കിട്ടുകയും ചെയ്യും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഒക്കുപ്പൈ എനർജി ലെവൽസ്. ഓപ്ഷൻ ബി ഹാവ് നെഗറ്റീവ് ചാർജ്. ഓപ്ഷൻ സി ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഓപ്ഷൻ ഡി മാസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു പ്രോട്ടോൺസ്. ഇലക്ട്രോണിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണുകളുമാണുള്ളത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് വെളിയിലാണ് കറങ്ങുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, വിച്ച് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻസ് സ്റ്റെബിലിറ്റി ഓഫ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ട മൂലകങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ തത്വം ഏതാണ്? ഒന്നാമത്തേത് ഡാൾട്ടൺസ് ലോ, 2 ഒക്റ്ററ്റ് റൂള്, 3 ഹെയ്സൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വം, ഓപ്ഷൻ ഡി ഹൺസ് റൂള്. നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങളെ സംബന്ധിച്ച് ഒക്റ്ററ്റ് റൂളാണ് പ്രസക്തമായിട്ടുള്ളത്. ഒക്റ്ററ്റ് റൂൾ അഥവാ അഷ്ടക നിയമം, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്നത്തെ രസതന്ത്ര പരിശീലനം ഇവിടെ അവസാനിക്കുകയാണ്. കേറ്ററ്റിൻ്റെ രസതന്ത്രത്തിൻ്റെ മറ്റൊരു അധ്യായവുമായി മറ്റൊരിക്കൽ വരാം. എല്ലാവർക്കും നന്ദി.